ഇത് നമ്മുടെ സ്വന്തം ഫയൽമാൻ ബായാണ്. നമ്മളെ ഫയൽമാൻ ബായ ആ ബീഫിനടുത്ത് ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ബീഫൊന്ന് കണ്ടിട്ട് വന്നാലോ? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അലി. നിങ്ങൾ ആലോചിക്കും, ഇവന് പ്രാന്താണല്ലോ, ഇവൻ 24 മണിക്കൂറും ബീഫിൻ്റെ വീഡിയോ ആണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഭായ്, വിശപ്പിൻ്റെ അസുഖമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ ബീഫ് അന്വേഷിച്ച് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഞാനും എൻ്റെ വൈഫും കൂടെ. നമ്മളിന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത് അഴീക്കോട് എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം അഴീക്കോട് അവിടെയുള്ള ഒരു കൂൾ ലാൻഡ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്, ഒരു ചെറിയൊരു ഹോട്ടലിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ വന്നിട്ട് പൊതുവേ രാവിലെ ഈ ഫുഡ് അന്വേഷിച്ചിറങ്ങുന്ന ടീമുകളാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ സത്യം പറഞ്ഞാൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇല്ല. ഇടയ്ക്കൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, രാജീവ് റെസ്റ്റോറൻറ്റ്. അവിടെ നല്ല കിടിലൻ ബീഫൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ അവർ ഇടയ്ക്ക് വെച്ച് അടച്ചിട്ട് പോയി. പിന്നെ അതിനുശേഷം അവിടെ നമുക്കൊരു കൊള്ളാമെന്നുള്ള റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. പിന്നെ ഒരു എറണംകെട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഒരു മാസത്തിന് മുമ്പേ ഞങ്ങൾ അവിടെ പോയി ആഹാരം കഴിച്ചു. ഞങ്ങൾക്ക് ആകെപ്പാടെ ഞാനെന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പക്ഷേ ഇലായിക്ക് ഫുഡ് പോയിസൺ അടിച്ച് പുള്ളിക്കാരി 2 ദിവസം ഇവിടെ കരോളം ലോക്കോ മെഡിസിറ്റി കിടന്ന് 10,000 രൂപയും പോയി കിട്ടി. പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ ആ ഏരിയയിലോട്ട് പോകാറില്ല. പിന്നെ നമ്മളുടെ ഈ കട വന്നിട്ട് ഞാനൊരു 1-2 വർഷമായിട്ട് ഞാൻ ഈ കടയിൽ സ്ഥിരമായിട്ട് പോകാറുള്ളതാണ്. അവിടുത്തെ കാക്കയും ഞാനുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ്. പുള്ളിക്കാരൻ വന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പം അവിടുത്തെ ഒരു ബീഫ് എന്ന് പറയുകയാണെങ്കിൽ ചില ദിവസങ്ങളിൽ ഇവർക്ക് വന്നിട്ട് തലേ ദിവസത്തെ ബീഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അതെന്തുമാത്രം ടേസ്റ്റാണെന്ന്. തലേ ദിവസത്തെ ബീഫ് കഴിച്ചിട്ടുള്ളവർക്കേ അറിയാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്കൊരു ചെറിയൊരു വിഷമം തോന്നും, അയ്യേ തലേ ദിവസത്തെ ബീഫ് കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കണം. അതാണ് ഏറ്റവും കിടിലൻ സാധനം. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു സീനറി? നല്ല മഴ, ചായ, അടിപൊളിയല്ലേ നമ്മുടെ അഴീക്കോടിൻ്റെ ഭംഗി. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് വൈകുന്നേര സമയങ്ങളിൽ അവർക്ക് വന്നിട്ട് ബ്രോസ്റ്റഡിൻ്റെ ഒരു ഏർപ്പാടും കൂടെ അവർക്കുണ്ട്. ബർഗറൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. എങ്ങനെയാണ് നമ്മളെ ഈ സീനറി എങ്ങനെയുണ്ട് നിങ്ങൾ പറയും. നിങ്ങൾക്ക് ഈ സീനറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക, എങ്ങനെയുണ്ട് ഈ ഒരു സീനറി എന്ന്. നമ്മുടെ മഴ, ചായ, ജോൺസൺ മാഷിൻ്റെ മ്യൂസിക്, അടിപൊളിയല്ലേ? അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു ബീഫ് എന്ന് പറയുന്നത് ഞാൻ പറയില്ല, ചില ദിവസങ്ങളിൽ നമുക്ക് വന്നിട്ട് തലേ ദിവസത്തെ ബീഫ് കിട്ടും. തലേ ദിവസത്തെ ബീഫ് കിട്ടുകയാണെങ്കിൽ അന്നേ ദിവസം ജാക്ക്പോട്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ പൊതുവേ പോകുന്ന രാവിലെ സമയത്താണ്. അപ്പോൾ രാവിലെ സമയത്ത് ഇവർക്കൊരു 8:30 തൊട്ട് ഇവർക്ക് ബീഫ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഞാൻ പറയുന്നുള്ളൂ, ചില ദിവസങ്ങളിൽ മാത്രമേ തലേ ദിവസത്തെ ബീഫ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാക്സിമം ഒരു ഉച്ചയ്ക്കൊക്കെ പോയാൽ നല്ല ബീഫ് കിട്ടും. ഈ ബീഫ് കൊള്ളൂല എന്നല്ല, ഈ ബീഫും കൊള്ളാം. തലേ ദിവസത്തെ ബീഫിൻ്റെ കുറച്ച് ഫാൻസുകാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് അവരുടെ ചിക്കൻ കറിയാണ്. ചിക്കൻ കറി വന്നിട്ട് നല്ല ടേസ്റ്റാണ്, ഒരു മസ്റ്റായി തന്നെയാണ്. പിന്നെ അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഭയങ്കര കമ്പനിയാണ്. നിൽക്കുന്ന പയ്യന്മാരൊക്കെ ഭയങ്കര കമ്പനിയാണ്. നല്ല കമ്പനി എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്. അവന്മാർ നല്ല പയ്യന്മാർ. അങ്ങനെ ഇവർക്ക് വന്നിട്ട് ഉച്ച സമയത്ത് വന്നിട്ട് ബിരിയാണിയുണ്ട്, ഊണുണ്ട്, അതിൻ്റെ എല്ലാം കൂടെ ഇതൊക്കെ ഉണ്ട്. നമ്മളെ വിറവടുപ്പിലാണ് അവർ ഈ ആഹാരങ്ങളൊക്കെ പാകം ചെയ്യുന്നത്. വിറവടുപ്പിൽ പാകം ചെയ്തിട്ട് മേളിൽ കൊണ്ടുവരും. So that's it guys. If you like my channel, please put like, share and subscribe my channel.